ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയൊരു പൂവുണ്ടായതാട്ടോ ഇവിടെ. ഇവിടെയൊക്കെ മെയ് മാസ പുലരി എന്നാണ് പറയണത്. ഇതാണ് അതിൻ്റെ ചെടി. ഈ ചെടിയിലാണ് ഈ പൂവുണ്ടാവണത്. കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ പൂവ്. ഇതിങ്ങനെ വർഷത്തിൽ ഒരിക്കൽ മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ ചെടി ഉണങ്ങിപ്പോകും, പൂവും ഉണങ്ങിപ്പോകും. പിന്നെ അതിൻ്റെ കിഴങ്ങ് മാത്രം ഇങ്ങനെ സവാള പോലെ ചെട്ടിയിൽ കിടക്കുന്നുണ്ടാവും. പിന്നെ അടുത്ത വർഷമാകുമ്പോൾ തന്നെ മെയ് മാസം ആകുമ്പോഴാണത് സാധാരണയായിട്ട് ഉണ്ടായി വരാറ്. ഇത്തവണ എന്താണ് ഫെബ്രുവരി ആയപ്പോഴത്തേനും പൂവൊക്കെ വിരിഞ്ഞു. ജനുവരി തൊട്ട് അതിൻ്റെ പ്ലാന്റ് മുളച്ച് വന്നായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പഴം ഇവിടെ തന്നെ ഉണ്ടായതാട്ടോ. നമ്മുടെ വാഴയിൽ ഒരു കൊല ഉണ്ടായി കിട്ടിയ പഴമാണ്. അപ്പോൾ പുട്ടും പഴമൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്ന് മീനാട്ടോ കിട്ടിയത്. ചൂര എന്ന് പറയുന്ന മീനായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ചൂര മീനുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല പീസൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തതാണ്. അതിലേക്ക് മസാല വയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടി വെളുത്തുള്ളി അങ്ങനെയെല്ലാം ഇട്ടിട്ടുണ്ട്. വേപ്പില ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. എന്നിട്ടാണ് ഫ്രൈ ചെയ്യണത്. പിന്നെ അതിൻ്റെ ആ തലയും വാലും അതൊക്കെ എടുത്തിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തരച്ച് ഒരു ചെറിയ ചാറാക്കിയിട്ട് അത് കറി വയ്ക്കാനായിട്ട് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയും കുറച്ച് വേപ്പിലയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്കാണ് അരപ്പ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കും. പിന്നെ വേവിച്ചതൊന്നും ഞാൻ ഇതിനകത്ത് കാണില്ല കേട്ടോ. വീഡിയോ കിട്ടിയിട്ടില്ല. മീനൊക്കെ ഞാനിത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ ഉണ്ടായി. അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അത് അരിഞ്ഞിട്ടുണ്ട്. ഉപ്പിട്ട് ഇന്നലെ വെച്ചേക്കണതാണ്. അപ്പോൾ അത് ഇന്നലെ തന്നെ ചെയ്യാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഇനി അത് അച്ചാറാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് വേണ്ടിയിട്ട് ക്ലീനാക്കി എടുത്തതാണ്. ഒരു 10-15 വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ അടിച്ചിട്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് അതിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് ആറി കഴിയുമ്പോൾ നമ്മൾ ഏത് ചട്ടിയിലാണോ അച്ചാർ ഉണ്ടാക്കുന്നത് അതിലേക്ക് വീണ്ടും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഉലുവാപ്പൊടിയും കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കണത്. അച്ചാർ പൊടി ഇടുന്നവർക്ക് അച്ചാർ പൊടി ഇടാം. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള നാരങ്ങയും കൂടി അതിലേക്കിട്ട് പിന്നെ വേണമെങ്കിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് എടുക്കാട്ടോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇട്ടേക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെയും ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും പിന്നെ കാണിക്കാതിരുന്നത്. അങ്ങനെ അച്ചാറൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായി. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ. അപ്പോൾ കോഫി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കടുപ്പം കൂടുതലുള്ള കോഫി പൗഡറായിരുന്നു കേട്ടോ. ടാറ്റയുടെ കോഫി പൗഡറായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈറ്റ് കളറിൽ ഇതിരിക്കും ആണെങ്കിലും ഇതിന് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ കോഫിയുടെ. ഇനി കുറച്ചും കൂടി പൊടി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിന് കയ്പ്പായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് ഉണ്ടാക്കിയത് കോഫി. പിന്നെ ബട്ടർ കേക്ക് ഉണ്ടായി. അപ്പോൾ ബട്ടർ കേക്ക് എടുത്തതാണ് കോഫിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം. അങ്ങനെ ചായയല്ല കോഫി ഒക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെയിലല്ലേ. അപ്പോൾ ഒരു 5:30 ആയിക്കഴിഞ്ഞാലാണ് ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറയണുള്ളൂ കേട്ടോ. ഭയങ്കര ചൂടാണെങ്കിൽ ഇങ്ങനെ അൺസഹിക്കബിളാണ്. ഒട്ടും കോഴികൾക്കും മനുഷ്യർക്കും ആർക്കും പറ്റണില്ല. കോഴികളൊക്കെ ഇങ്ങനെ മണ്ണ് മാന്തിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കുഴി ഉണ്ടാക്കി അവിടെ കിടക്കണതാണ്. അപ്പോൾ ഞാൻ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി ചെടി നനയ്ക്കാൻ ഇറങ്ങണം. അപ്പോൾ കുറച്ചുകൂടി വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഈ കോഴികളാണെങ്കിൽ ഇപ്പോൾ ചെടികളുടെ എല്ലാം തുമ്പ് ഇങ്ങനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ പച്ചിലകൾ കാണുമ്പോൾ അവർക്ക് ചൂടല്ലേ. അപ്പോൾ അവർ ഒന്നിനും തലയില്ലാത്തയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ചെടികളെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ആറ്റുനോറ്റ് നട്ടു വെച്ചേക്കണ എൻ്റെ ഓർക്കിഡുകളുടെയൊക്കെ അവസ്ഥ ഉണ്ടോ. ഒരെണ്ണത്തിനും ഇപ്പോൾ തലയില്ല കേട്ടോ. എല്ലാത്തിൻ്റെയും തുമ്പ് ഈ കോഴികൾ ഇങ്ങനെ കൊത്തി വലിച്ച് എല്ലാം നശിപ്പിച്ചിട്ടേക്കാണ്. പിന്നെ ആദ്യം ഞാൻ കാണിച്ചു തരാറുള്ള വയലറ്റ് പൂക്കളുടെ താഴെയുള്ള ഇലകൾ മുഴുവൻ അവർ തിന്ന് നശിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് തിന്നാൻ കിട്ടാഞ്ഞിട്ട് ചെടിച്ചട്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് ഇപ്പോൾ മുകളിലുള്ള ഇലകളും കൂടി ഇങ്ങനെ കടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ചെടികളുടെ ഇലകൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിനും നന്നായിട്ട് തന്നെ ചോടിനും അനക്കം പറ്റുന്നുണ്ട്. ഇനി ഇതെല്ലാം പോകുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ കേട്ടോ ഇവിടുത്തെ അവസ്ഥ.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.